ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. തിയറി ക്ലാസ്സിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ട്രയാക്ക്, ഡയാക്ക് എന്ന് പറയുന്ന രണ്ട് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ കുറിച്ചാണ്. പവർ ഇലക്ട്രോണിക് കമ്പോണൻറ്റിൽ നമ്മൾ FET, SCR അതുപോലെ തന്നെ SSR അതായത് സോളിഡ് സ്റ്റേറ്റ് റിലേ മൂന്ന് കമ്പോണൻറ്റുകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇതിൽ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ SCR ആൻഡ് ട്രയാക്ക്. SCRും ട്രയാക്കും തമ്മിലുള്ള ഡിഫറൻസ്, ലിസ്റ്റ് ഡിഫറെൻറ്റ് വേ ഓഫ് ട്രിഗറിങ് ട്രയാക്ക്, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ട്രയാക്ക് ഫോർ ഫുൾ വേവ് കൺട്രോൾ ഓഫ് AC, ചൂസ് എ ട്രയാക്ക് ഫോർ എ ഗിവൺ റിക്വയർമെൻറ്റ്, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ക്വിക്ക് ടെക്സ്റ്റിംഗ് എ ട്രയാക്ക്, ദെൻ വർക്കിംഗ് ഓഫ് യൂസ് ഓഫ് ഡയാക്ക്, ചൂസ് ഓഫ് എ ഡയാക്ക് ഫോർ ഗിവൺ അപ്ലിക്കേഷൻ, എക്സ്പ്ലെയിൻ ദ മെത്തേഡ് ഓഫ് ക്വിക്ക് ടെക്സ്റ്റിംഗ് ഓഫ് ഡയാക്ക്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ ഉള്ളത്. ട്രയാക്ക് എന്താണെന്ന് നോക്കാം. ട്രയാക്ക് ഈസ് എ 3-terminal ഗേറ്റഡ് സെമികണ്ടക്ടർ ഡിവൈസ് ഫോർ കൺട്രോളിങ് AC ഇൻ എയ്തർ ഡയറക്ഷൻ. അപ്പം AC കറണ്ടിനെ ഏത് ഡയറക്ഷനിലേക്കും കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ട്രയാക്ക്. ട്രയാക്കിന് 3 ടെർമിനലുകളുണ്ട്. 3 ടെർമിനലുകൾ ഉള്ള സെമി കണ്ടക്ടർ ഡിവൈസാണ് ട്രയാക്ക്. അതിന് AC കറണ്ടിനെ ഏത് ഡയറക്ഷനിലേക്കും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ദ ടേം ട്രയാക്ക് സ്റ്റാൻഡ്സ് ഫോർ ട്രയോഡ്. ട്രയോഡ് അതുപോലെ തന്നെ ട്രയോഡിലെ AC സെമി കണ്ടക്ടർ, ഈ AC സെമി കണ്ടക്ടറിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ ACയെ കൺട്രോൾ ചെയ്യുന്ന സെമി കണ്ടക്ടർ ട്രയോഡാണ് ട്രയാക്ക്. അപ്പം ട്രയാക്ക് എന്ന പേര് വന്നത് ട്രയോഡ് AC സെമി കണ്ടക്ടറിൽ നിന്നുമാണ്. ട്രയാക്ക് ഈസ് എ വെരി സിമിലർ ടു ദാറ്റ് ഓഫ് 2 SCR കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ. ട്രയാക്കിൻ്റെ ഒരു സിമ്പിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 2 SCRനെ റിവേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്തല്ലെങ്കിൽ ഇരിക്കും. അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. എ ട്രയാക്ക് ഈസ് ഏബിൾ ടു കണ്ടക്ട് എ ലാർജ് കറണ്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ. ഒരു ട്രയാക്കിന് വലിയ കറണ്ടിനെ 2 ഡയറക്ഷനിലേക്കും കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബീയിങ് ട്രിഗേർഡ് ഓൺ ഇൻ വൺ ഡയറക്ഷൻ ഓർ ദി അതർ ബൈ ഗേറ്റ് പൾസ് ഓഫ് ദി അപ്രോപ്രിയേറ്റ് പൊളാരിറ്റി. അതിൽ ഒരു ഡയറക്ഷനിലേക്ക് ട്രിഗറിങ് ചെയ്യാൻ സാധിക്കും. മറ്റേ ഡയറക്ഷനിലേക്ക് ചെയ്യിക്കുന്നത് ഗേറ്റ് പൾസ് വഴിയാണ്. അത് ആവശ്യം ഏത് പൊളാരിറ്റിയിലാണോ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആ കൺസേൺഡ് പൊളാരിറ്റിയിലേക്ക് അതിനെ കണ്ടക്ട് ചെയ്യാനായിട്ട്, ആ ഒരു ഡയറക്ഷനിലേക്ക് കണ്ടക്ട് ചെയ്യാനായിട്ട് ഗേറ്റ് പൾസിലൂടെ സാധിക്കും. ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് എ ട്രയാക്ക്. കൺസ്ട്രക്ഷൻ പിക്ചറാണ് കാണുന്നത്. അതിൽ സിമ്പിൾ താഴെ വരുന്നുണ്ട്. കൺസ്ട്രക്ഷൻ നമ്മൾ പറഞ്ഞു, 2 SCRനെ റിവേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അപ്പം ഫിഗർ 1ൽ കാണുന്നത് കൺസ്ട്രക്ഷനാണ്. മെയിൻ ടെർമിനൽ താഴെയും മുകളിലും MT1 MT2 അതാണ് മെയിൻ ടെർമിനൽ. പിന്നെ ഗേറ്റ് N എന്ന് കാണുന്ന താഴെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഗേറ്റ്. 3 ടെർമിനൽ ഉള്ളതെന്ന് പറഞ്ഞതിൽ 2 ടെർമിനൽ MT1 MT2 പിന്നെ ഒരു ഗേറ്റ് ടെർമിനൽ. പിന്നെ ഫിഗർ ബിയിൽ കാണുന്നത് അതിൻ്റെ ലുക്കിംഗ് പാക്കേജ് ഫോമാണ്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ ട്രയാക്കിനെ ഈ രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. പിന്നെ വരുന്നത് അതിൻ്റെ സിമ്പിളാണ്. 2 SCRകളെ റിവേഴ്സ് പാരലൽ കണക്ട് ചെയ്യും. ഒരു SCRൻ്റെ സിമ്പിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ 2 SCRകൾ തിരിച്ചും മറിച്ചും വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സ് പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണോ അതുപോലെയാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. ടെർമിനൽ MT1 MT2 സെൻട്രലിലുള്ളത് ഗേറ്റ്. ആസ് ക്യാൻ ബി നോട്ടീസ്ഡ് ഇൻ ഫിഗർ 1, ദ ടെർമിനൽ ഓഫ് എ ട്രയാക്ക് ആർ ലേബിൾഡ് ആസ് മെയിൻ ടെർമിനൽ MT1. അപ്പം MT1 എന്ന് പറയുന്നത് M എന്ന് ഉദ്ദേശിക്കുന്നത് മെയിൻ ടെർമിനലാണ്. പിന്നെ മെയിൻ ടെർമിനൽ MT2 ആൻഡ് ഗേറ്റ്. This device operated in both direction, hence the terms anode and cathode does not apply. അപ്പം ഇത് 2 ഡയറക്ഷനിലേക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് ആനോഡ് കാഥോഡ് എന്ന പ്രത്യേകമായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഏത് പൊളാരിറ്റിയിലേക്കും നമുക്ക് എന്തെങ്കിലും കണ്ടക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ആനോഡ് കാഥോഡ് എന്ന് പ്രത്യേകമായിട്ട് പേര് കൊടുക്കാത്തത്. ട്രയാക്ക് ട്രിഗറിങ്. ട്രയാക്കിനെ ട്രിഗർ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ടേൺ ഓൺ ചെയ്യാനായിട്ടുള്ള 3 മെത്തേഡുകളാണ് പറയുന്നത്. ഒന്ന് അപ്ലൈയിങ് ഗേറ്റ് കറണ്ട്, ഗേറ്റിലേക്ക് കറണ്ട് അപ്ലൈ ചെയ്യുക. രണ്ടാമത്തേത് എക്സീഡിങ് ദി ആവാലഞ്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് VBO. VBO എന്ന് പറയുന്നത് ആവാലഞ്ച് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അതായത് ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ട്രയാക്ക് എന്ന് പറഞ്ഞു. സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ SCR ആണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. SCRൻ്റെ അകത്ത് എന്താണ് സെമി കണ്ടക്ടർ ഡയോഡാണ്.
അപ്പം ആ ഡയോഡിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിനെ എക്സിറ്റ് ചെയ്യുന്ന ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ട്രയാക്കിനെ ട്രിഗർ ചെയ്യിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അലോയിങ് ദ MT1 MT2 അപ്ലൈഡ് വോൾട്ടേജ് ടു ഇൻക്രീസ് അറ്റ് റേറ്റ് ഇൻ എക്സസ് ഓഫ് ദി മാക്സിമം റേറ്റഡ് വോൾട്ടേജ് ദാറ്റ് ഈസ് dV/dt. അതായത് മെയിൻ ടെർമിനലുകളായ MT1 MT2ൻ്റെ ഇടയിലുള്ള ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെ എക്സിറ്റ് ചെയ്യുന്ന ഒരു എക്സസ് അല്ലെങ്കിൽ ആ വോൾട്ടേജിന് മുകളിലുള്ള ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും? ട്രയാക്കിനെ ട്രിഗർ ചെയ്യിക്കാനായിട്ട് സാധിക്കും. ഇതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡുകൾ, അതായത് രണ്ട് ടെർമിനലുകൾക്കിടയിൽ നമ്മൾ എക്സസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ സെമി കണ്ടക്ടർ ഡയോഡിന് അല്ലെങ്കിൽ ആ ഒരു ട്രയാക്കിൻ്റെ ആവാലൻസ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിന് മുകളിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുക. ഈ രണ്ട് മെത്തേഡുകൾ സാധാരണയായിട്ട് ട്രയാക്കിൻ്റെ നോർമൽ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല. എന്നാൽ സർക്യൂട്ട് ഡിസൈനിങ്ങിൽ ഇതൊരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഈ രണ്ട് ട്രിഗറിങ് മെത്തേഡുകൾ. എന്നാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ട്രയാക്കിന് ഗേറ്റ് ട്രിഗറിങ് എന്താണ്? നമ്മൾ സാധാരണ കൊടുക്കുന്ന ഗേറ്റ് ട്രിഗറിങ് അല്ല. ഇതിൽ പൊളാരിറ്റി ട്രയാക്ക് ഒരു ബൈ ഡയറക്ഷണൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ഗേറ്റ് ടെർമിനലിൻ്റെ പൊളാരിറ്റി MT1 MT2 എന്ന് പറയുന്ന രണ്ട് മെയിൻ ചാനലുകൾ ഏത് പൊളാരിറ്റിയാണോ അതിനനുസരിച്ചിട്ട് ഗേറ്റ് ടെർമിനലിൻ്റെ പൊളാരിറ്റി മാറുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ടാണ് ട്രിഗറിങ് സംഭവിക്കുന്നത്. ട്രയാക്സ് പൊട്ടൻഷ്യൽ ആൾ ഓർ കൺസിഡർഡ് വിത്ത് റെസ്പെക്ട് ടു ദ മെയിൻ ടെർമിനൽ. ട്രയാക്കിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് മെയിൻ ടെർമിനലുകളായ MT1 അതുപോലെ തന്നെ MT2ൻ്റെ പൊളാരിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ MT1 എന്ന് പറയുന്ന മെയിൻ ടെർമിനലിൻ്റെ പൊളാരിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ട്രയാക്കിൻ്റെ പൊട്ടൻഷ്യൽ വരുന്നത്. അപ്പം ദിസ് ഗീവ്സ് ദ ഫോളോയിങ് പോസിബിൾ ഓപ്പറേറ്റിംഗ് സിറ്റുവേഷൻ. അപ്പം 4 പോസിബിൾ സിറ്റുവേഷൻസ് വരുന്നുണ്ട് പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്ന. അപ്പം അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. അതായത് MT2 ചാനൽ പോസിറ്റീവാണ് വിത്ത് റെസ്പെക്ട് ടു MT1. MT1 വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ MT1 നെഗറ്റീവ് പോസിറ്റീവ് ആവുന്ന സമയത്ത് MT1 എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അത് കോഡൻ്റ് ഏത് കോഡൻ്റിലാണ്? ഫസ്റ്റ് കോഡൻ്റിലാണ് വരുന്നത്. അപ്പം ഗേറ്റ് സിഗ്നൽ പോസിറ്റീവ് ആയിരിക്കും. ഇനി MT2 പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. അതായത് മുകളിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെ, അതിൽ തന്നെ ഗേറ്റ് സിഗ്നൽ നെഗറ്റീവ് വരുന്നുണ്ട്, അതും ഫസ്റ്റ് കോഡൻ്റിൽ ആയിരിക്കും. MT2 നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. MT2 ടെർമിനൽ നെഗറ്റീവ് ആകുമ്പോൾ MT1 എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഗേറ്റ് സിഗ്നൽ പോസിറ്റീവ് ആയിരിക്കും. അത് തേർഡ് കോഡൻ്റിലാണ് വരുന്നത്. MT2 നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1. സെയിം കണ്ടീഷനിൽ തന്നെ ഗേറ്റ് സിഗ്നൽ നെഗറ്റീവ് ആയിരിക്കും, അതും തേർഡ് കോഡൻ്റിലാണ് സംഭവിക്കുന്നത്. അപ്പം ഇത് കോഡൻ്റ് ആക്കിയിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ട്രയാക്കിൻ്റെ ഓപ്പറേഷൻ നമുക്കൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു റെപ്രസെൻറ്റേഷൻ ബേസ് ചെയ്തിട്ടാണ് ഈ കോഡൻ്റ് പറയുന്നത്. അത് കാണിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കാണാം നമുക്ക്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ട്രയാക്കിൻ്റെ ട്രിഗറിങ് കാണിക്കുന്ന. അപ്പം ഇതാണ് ഫസ്റ്റ് കോഡൻ്റ്, ഇത് സെക്കൻഡ് കോഡൻ്റ്, ഇത് തേർഡ് കോഡൻ്റ്, ഇത് ഫോർത്ത് കോഡൻ്റ്. അപ്പം ഇതിൽ നമ്മൾ ഹോൾഡിംഗ് കറൻറ്റ്, ലാച്ചിങ് കറൻറ്റ് എന്ന് പറയുന്ന രണ്ട് കറൻറ്റുകളാണ് എടുക്കുന്നത്. അതിൽ IG 0 mA വരുന്നതും ഗേറ്റ് കറൻറ്റ് 0 mA വരുന്നതും അതുപോലെ തന്നെ 4 mA വരുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ഗ്രാഫ് അത് ഫസ്റ്റ് കോഡൻ്റിലും തേർഡ് കോഡൻ്റിലേക്ക് അത് ഇറങ്ങി വരുന്നുണ്ട്. സെയിം സംഭവം തേർഡ് കോഡൻ്റിലേക്ക്, അതായത് നെഗറ്റീവ് പൊളാരിറ്റിയിലേക്ക് വരുന്നത് ഏതിലാണ്? തേർഡ് കോഡൻ്റിലാണ്. പോസിറ്റീവ് പൊളാരിറ്റി, അതായത് ഗേറ്റ് ടെർമിനൽ പോസിറ്റീവ് പൊളാരിറ്റി വരുന്നത് പോസിറ്റീവ് നെഗറ്റീവും ഫസ്റ്റ് കോഡൻ്റിൽ വരുന്നുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവ് നെഗറ്റീവും തേർഡ് കോഡൻ്റിലും വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ രണ്ട് കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. MT1 MT2, അതായത് MT2 പോസിറ്റീവ് ആവുന്ന കണ്ടീഷനാണ് ഫസ്റ്റ് കോഡൻ്റിൽ വരുന്നത്. ആ സമയത്ത് MT1 നെഗറ്റീവ് ആയിരിക്കും. അതിൽ ഗേറ്റ് പോസിറ്റീവും നെഗറ്റീവും പൊളാരിറ്റി മാറി മാറി വരുന്നുണ്ട്. ഇനി ഇവിടെ MT2 എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റിയിലാണ് തേർഡ് കോഡൻ്റിൽ വരുന്നത്. അപ്പോഴും ഗേറ്റ് പോസിറ്റീവ് നെഗറ്റീവായിട്ട് പൊളാരിറ്റി മാറി വരുന്നുണ്ട്. അപ്പം X-ആക്സിൽ ഈ ഡയറക്ഷനിലേക്ക് ഫോർവേഡ് വോൾട്ടേജ്, ഇത് റിവേഴ്സ് വോൾട്ടേജ് ആയിരിക്കും. മുകളിലേക്ക് ഫോർവേഡ് കറണ്ട്, താഴേക്ക് റിവേഴ്സ് കറണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ട്രയാക്കിൻ്റെ ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രിഗറിങ്ങിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഗേറ്റ് കറണ്ട് 0 mA 4 mA. അപ്പോൾ നമ്മൾ ആ കോഡൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണ്. അൺഫോർച്യുനേറ്റ്ലി ട്രയാക്ക് ഈസ് നോട്ട് ഈക്വലി സെൻസിറ്റീവ് ഇൻ ഓൾ എബവ് സെഡ് മോഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 മോഡുകളിൽ, അതായത് 4 കോഡൻറ്റിൻ്റെ വർക്കിംഗ് പറഞ്ഞു, അതിൽ 4 കോഡൻറ്റിലും ഈക്വലായിട്ട് ട്രയാക്ക് സെൻസിറ്റീവ് അല്ല. ഇറ്റ് ഈസ് ലീസ്റ്റ് സെൻസിറ്റീവ് ഇൻ തേർഡ് കോഡൻറ്റ് മോഡ്. അതായത് MT2 നെഗറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT1 എന്ന് പറയുന്ന ആ മോഡിലാണ് തേർഡ് കോഡൻറ്റിൽ വരുന്നത്. സോ ദിസ് മോഡ് ഈസ് വെരി റെയർലി യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. അപ്പം ഇതിൽ ചെറിയതായിട്ടൊരു സെൻസിറ്റീവ് കാണിക്കുന്നത് തേർഡ് കോഡൻറ്റിൽ മാത്രമാണ്. അതുകൊണ്ട് അത് റെയറായിട്ട് പ്രാക്ടിക്കലി ഉപയോഗിക്കാറുണ്ട്. വെൻ എ ട്രയാക്ക് ഈസ് ഓൺ
ദ കറണ്ട് ഫ്ലോയിങ് ബിറ്റ്വീൻ MT1 ആൻഡ് MT2 ഈസ് നോൺ ആസ് പ്രിൻസിപ്പൽ കറണ്ട്. ഒരു ട്രയാക്ക് MT1 MT2 എന്ന് പറയുന്ന രണ്ട് ടെർമിനലുകൾക്കിടയിലൂടെ കറണ്ട് ഫ്ലോ ചെയ്തിരിക്കുന്ന സമയമാണ് ട്രയാക്ക് ഓൺ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ കറണ്ട്. അതായത് ട്രയാക്ക് ഓൺ ആയിരിക്കുന്ന സമയത്ത് MT2 MT1 എന്ന് പറയുന്ന രണ്ട് മെയിൻ ടെർമിനലുകൾക്കിടയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്, അതിനെ പ്രിൻസിപ്പൽ കറണ്ട് എന്ന് പറയുന്നു. ദ ട്രയാക്ക് വിൽ റിമെയിൻ ഓൺ ആസ് ലോങ് ആസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് ലാർജർ ദാൻ ദി ഹോൾഡിംഗ് കറണ്ട് ആസ് ഷോൺ ഇൻ ദ സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ട്രയാക്ക് അതിൻ്റെ ഓൺ സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത് ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കൂടുതലായിട്ട് ടെർമിനലിലൂടെ, അതായത് ട്രയാക്കിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാൾ കൂടുതലാകുമ്പോഴാണ് ട്രയാക്ക് ഓൺ സ്റ്റേറ്റിൽ നിലനിൽക്കുന്നത്. From the triac static characteristics, when MT2 is positive with respect to MT1, the triac operates in the first quadrant of its static characteristics. നമ്മൾ ഇപ്പോൾ ക്വാഡ്രൻറ്റ് കാണിച്ചപ്പോൾ അതിൽ MT2 പോസിറ്റീവ് അതുപോലെ തന്നെ MT1 നെഗറ്റീവ്, ഈ ടെർമിനലിൽ ഈ ഒരു കണ്ടീഷൻ വരുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. If it is not triggered, the small forward current increases slowly with increase in voltage until the breakdown voltage VBO is reached and then the current increase rapidly. അപ്പം ആ ഒരു ക്വാഡ്രൻറ്റിലാണ് ശരിക്കും ട്രിഗറിങ് സംഭവിക്കുന്നത്. അപ്പം ആ കേസിൽ ട്രിഗേർഡ് അല്ലാത്ത സമയത്ത് ചെറിയ ഫോർവേഡ് കറണ്ട് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അനുബന്ധിച്ച് തന്നെ കറണ്ട് റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. ദ ഡിവൈസ് ക്യാൻ ബി യൂഷ്വലി ഈസ് ടേൺ ഓൺ at the smaller forward current by injecting the suitable gate current, and the characteristics show the effect of the increasing gate current from 0 to 4 milliampere. അപ്പോൾ നമുക്ക് പിക്ചറിൽ നിന്ന് മനസ്സിലായി, അതായത് ട്രയാക്ക് ടേൺ ഓൺ ആവുന്നത് ചെറുതായിട്ട് ഫോർവേഡ് കറണ്ട് ചെറുതായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അതുപോലെ തന്നെ ഗേറ്റ് കറണ്ട് നമ്മൾ ചെറുതായിട്ട് ഇൻജെക്റ്റ് ചെയ്യുമ്പോൾ, അതായത് ഗേറ്റിലേക്ക് നമ്മൾ കറണ്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഫോർവേഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് 0 നിന്ന് 4 milliampere. ദ ഗേറ്റ് കറണ്ട് മസ്റ്റ് ബി മെയിൻറ്റെയിൻഡ് അണ്ടിൽ ദ മെയിൻ കറണ്ട് ഈസ് അറ്റ്ലീസ്റ്റ് ഈക്വൽ ടു ലാച്ചിങ് കറണ്ട്. അപ്പം ഗേറ്റ് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് മെയിൻ കറണ്ട് ലാച്ചിങ് കറണ്ടുമായിട്ട് ഈക്വൽ ആകുമ്പോഴാണ് ഗേറ്റ് കറണ്ട് കോൺസ്റ്റൻ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വെൻ ടെർമിനൽ MT1 ഈസ് പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ടു MT2, ദ ട്രയാക്ക് ഓപ്പറേറ്റ് ഇൻ ദ തേർഡ് ക്വാഡ്രന്റ് ആൻഡ് കറണ്ട് ഫ്ലോ ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. MT1 MT2, അതായത് MT1 പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻ, MT1 പോസിറ്റീവ് MT2 നെഗറ്റീവ് ആകുന്ന കണ്ടീഷനിൽ ട്രയാക്ക് തേർഡ് ക്വാഡ്രൻറ്റിലാണ് ഓപ്പറേറ്റ് ആവുന്നത്. അപ്പോൾ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആയിരിക്കും. അപ്പോൾ ട്രയാക്ക് രണ്ട് ഡയറക്ഷനിൽ കണ്ടക്ഷൻ നടത്തുമെന്ന് പറഞ്ഞു. ബൈ ഡയറക്ഷണൽ ഡിവൈസാണ് ട്രയാക്ക്. ഒരു ഡയറക്ഷൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും സെക്കൻഡ് ഡയറക്ഷൻ തേർഡ് ക്വാഡ്രൻറ്റിലുമാണ് വരുന്നത്. ഇവിടെ കാണുന്നത് ഫിഗർ 3യിൽ കാണുന്നത് സിമ്പിൾ ട്രയാക്ക് കൺട്രോൾ യൂണിറ്റ് ആണ്. ഒരു ഫുൾ വേവ് ഫോമിനെ നമുക്ക് ട്രയാക്ക് കൺട്രോൾ സർക്യൂട്ട് ഉപയോഗിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അതിൻ്റെ ടൈമിങ്ങും സ്റ്റാർട്ടിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കട്ട് ചെയ്യാനും മിഡ് പോയിൻ്റ് സെലക്ട് ചെയ്യാനും, അതായത് ഫുള്ളായിട്ട് നമുക്കതിനെ സെറ്റ് ചെയ്യാനും മാക്സിമം സെറ്റിംഗ്, അതായത് VR1 എന്ന് പറയുന്ന വോൾട്ടേജ്, ഈ വോൾട്ടേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫുൾ വേവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിൽ വരുന്നത് ഒരു ലോഡ് റെസിസ്റ്റർ വരുന്നുണ്ട്. ട്രയാക്കിൻ്റെ ഗേറ്റാണത്. ഗേറ്റിലേക്ക് റെസിസ്റ്റർ വഴിയാണ് കറണ്ട് കൊടുക്കുന്നത്. ഇത് ലോഡാണ്. ഇതൊരു വേരിയബിൾ റെസിസ്റ്ററാണ്. അതുപോലെ തന്നെ അതിന് സീരീസ് ആയിട്ടൊരു ഫിക്സഡ് റെസിസ്റ്ററും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കപ്പാസിറ്റർ. ഇത് മൂന്നുമാണ്, 3 റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഒരു ലോഡ് റെസിസ്റ്ററും അടങ്ങിയ ലോഡ് റെസിസ്റ്ററും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് ട്രയാക്കിനോട് കൂടെ ഈ ഒരു സർക്യൂട്ടിൽ വരുന്നത്. അപ്പം ഇതിലൊരു വേവ് ഫോമിനെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഇത് നമ്മുടെ ഇൻപുട്ട് സപ്ലൈ വോൾട്ടേജ് ആണ്. ഇവിടെ നമ്മൾ VR1 സെറ്റിംഗ് നടത്തിയിട്ട് ലോ സെറ്റിംഗ്, അതായത് ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഓൺ പൊസിഷൻ നമുക്ക് ഇവിടെ നിന്ന് ആക്കാൻ പറ്റും. അതായത് ഈ വേവ് ഫോമിൻ്റെ ഇത്രയും ഭാഗം കട്ടായിട്ടാണ് വരുന്നത്, ഇവിടെ നിന്നാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മിഡ് സെറ്റിംഗ് ഓഫ് VR1 അതായത് പകുതിക്ക് വെച്ചിട്ട്, അതായത് വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വേവ് ഫോമിൻ്റെ ഈ ഭാഗം, അതുപോലെ തന്നെ നെഗറ്റീവിൻ്റെ ഈ ഭാഗം, പിന്നെ ഈ ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് മാക്സിമം സെറ്റിംഗ് ഓഫ് VR1 മാക്സിമത്തിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ വേവ് ഫോമിനെ അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. നമുക്കൊരു ഫുൾ വേവ് ഫോമിനെ ഒരു ട്രയാക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇപ്പോൾ പറഞ്ഞത്.
ഫിഗർ 3 ഷോ എ ട്രയാക്ക് യൂസ്ഡ് ഫോർ കൺട്രോളിംഗ് ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ AC സർക്യൂട്ട്. AC കൺട്രോൾ ചെയ്യാനാണ് ട്രയാക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്, DC അല്ല. അപ്പം ഒരു AC കറണ്ടിനെ ട്രയാക്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് നമ്മൾ കണ്ടത്, അതിൻ്റെ വേവ് ഫോമാണ് കണ്ടത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ VR1 വ്യത്യസ്ത ലെവലിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വേവ് ഫോമിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. On observing the waveform, it can be seen that the control is achieved by firing the triac at the same point in the both positive and negative half cycle. നമുക്ക് VR1 നമുക്ക് ഡിസൈഡ് ലെവലിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് വേവ് ഫോമിനെ എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വൺസ് ട്രിഗേർഡ് ദ ഡിവൈസ് റിമെയിൻസ് ഓൺ അണ്ടിൽ ദ സപ്ലൈ ഈസ് സ്വിച്ച്ഡ് ഓഫ്. ഒരിക്കൽ നമ്മൾ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓഫ് ആകുന്നവരെ ഓൺ സ്റ്റേറ്റിൽ ആ ട്രയാക്ക് നിൽക്കുകയും ചെയ്യും. ചൂസിങ് എ ട്രയാക്ക് ലൈക്ക് ഓൾ അതർ കമ്പോണൻറ്റ് ട്രയാക്ക് ഹാവ് മാക്സിമം സ്പെസിഫൈഡ് വാല്യൂ ഓഫ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ദാറ്റ് മസ്റ്റ് നോട്ട് ബി എക്സീഡഡ്. എല്ലാ കമ്പോണൻസുകളെയും പോലെ തന്നെ ഒരു ട്രയാക്ക് നമ്മളൊരു സർക്യൂട്ടിലേക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഓരോ ട്രയാക്കിനും ഓരോ സ്പെസിഫൈഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് റേറ്റിംഗ് ഉണ്ട്. ആ വോൾട്ടേജ് കറണ്ട് റേറ്റിംഗ് ഒരിക്കലും നമ്മൾ കൂടാൻ പാടില്ല നമ്മളെ സർക്യൂട്ടിലേക്ക് ഒരു ട്രയാക്ക് സെലക്ട് ചെയ്യുമ്പോൾ. ഇമ്പോർട്ടൻറ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് ട്രയാക്ക് വിത്ത് ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ബിലോ. ഒരു ട്രയാക്കിൻ്റെ സ്പെസിഫിക്കേഷൻ, അപ്പോൾ രണ്ട് കോഡുകൾ വരുന്ന രണ്ട് ട്രയാക്ക് നെയിമുകൾ കൊടുത്തിട്ടുണ്ട്. BT 136 TIC 21D എന്ന് പറയുന്ന രണ്ട് പാക്കേജിൽ വരുന്ന ട്രയാക്കുകളാണ്. അതിൻ്റെ IT അതായത് മാക്സിമം RMS കറണ്ട് എന്ന് പറയുന്നത് 4 ആമ്പിയർ ആണ്. BT 136ൻ്റെ 4 ആമ്പിയറും. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേ രീതിയിൽ ഓരോ ട്രയാക്കിനും പ്രത്യേകം കറണ്ട് റേറ്റിംഗും വോൾട്ടേജ് റേറ്റിംഗും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റ് TIC 21D എന്ന് പറയുന്നതിൻ്റെ 2 ആമ്പിയറാണ് മാക്സിമം RMS കറണ്ട്. പിന്നെ VGT ഗേറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് 1.5 വോൾട്ടും രണ്ടാമത്തെ പാക്കേജിൽ 2.5 വോൾട്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ പാക്കേജിൽ വ്യത്യസ്ത കറണ്ട് വോൾട്ടേജ് റേറ്റിംഗിലാണ് ട്രയാക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ദ വാല്യൂ ഓഫ് കറണ്ട് റിക്വയർഡ് ടു അച്ചീവ് സ്വിച്ച് ഓൺ. അപ്പം ഇതിൽ സ്വിച്ച് ഓൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഗേറ്റ് കറണ്ട്, ഈ ട്രയാക്ക് സ്വിച്ച് ഓൺ ആവാൻ ആവശ്യമായിട്ടുള്ള ഗേറ്റ് കറണ്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് VDRM, അത് 400 വോൾട്ടാണ് രണ്ടിലും വരുന്നത്. അപ്പം ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് മാക്സിമം പെർമിറ്റഡ് പീക്ക് വോൾട്ടേജ് ആണ്. ഈ വോൾട്ടേജിൽ കൂടി നമ്മൾ വോൾട്ടേജിനേക്കാളും എക്സീഡ് ചെയ്യുന്ന വോൾട്ടേജ് ട്രയാക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇൻ ട്രയാക്സ് ടേംഡ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ഡു നോട്ട് റൈസ് സിൻസ് ഇറ്റ് ഈസ് ബൈ ഡയറക്ഷണൽ. ഒരു ട്രയാക്കിന് നമ്മൾ ഫോർവേഡ് റിവേഴ്സ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് ബൈ ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ. ക്വിക്ക് ടെസ്റ്റിംഗ് ഓഫ് ഒരു ട്രയാക്ക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യാം, അത് ഓക്കെ ആണോ, ഗുഡ് കണ്ടീഷനിലുള്ള ഒരു ട്രയാക്ക് ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം. എ ക്വിക്ക് ടെസ്റ്റ് ക്യാൻ ബി ക്യാരിഡ് ഔട്ട് ഓൺ ട്രയാക്ക് യൂസിങ് ആൻ ഓമീറ്റർ. ഒരു ഓമീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമുക്ക് ട്രയാക്കിനെ ടെസ്റ്റ് ചെയ്യാം. ഇഫ് ദ റീഡിംഗ് ടേക്കൺ ആസ് കമ്പയറബിൾ ടു ദ വൺ ഷോ. അപ്പോൾ നമുക്ക് താഴെ കാണിച്ചിരിക്കുന്ന റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ട്രയാക്ക് ഗുഡാണോ നോക്കാം. MT2 പോസിറ്റീവ് MT1 നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 1 മെഗാഓം ആയിരിക്കും. ഇനി MT1 പോസിറ്റീവ് MT2 നെഗറ്റീവ് ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 1 മെഗാഓം ആയിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. MT2 പോസിറ്റീവ് ഗേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 1 മെഗാഓം. ഗേറ്റ് പോസിറ്റീവ് MT2 നെഗറ്റീവ് ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 1 മെഗാഓം. MT1 പോസിറ്റീവ് ഗേറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വൽ ടു 300 ഓം വരെ ആയിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. ഗേറ്റ് പോസിറ്റീവ് MT1 നെഗറ്റീവ് ആണെങ്കിലും അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഈക്വൽ ടു 300 ഓം ആയിരിക്കും. ഇനി അടുത്ത് നമ്മൾ ഡയാക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡയാക്ക് ലൈക്ക് UJT, ഡയാക്ക് ഈസ് എ സെമി കണ്ടക്ടർ ഡിവൈസ് യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി ആസ് എ ട്രിഗർ ഡിവൈസ് ഫോർ തൈറിസ്റ്റർ ഗേറ്റ് സർക്യൂട്ട്. ഒരു തൈറിസ്റ്റർ ഗേറ്റ് സർക്യൂട്ടിൽ ട്രിഗറിംഗ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ്, സെമി കണ്ടക്ടർ ഡിവൈസാണ് ഡയാക്ക്. ഡയാക്ക് UJTനോട് സാമ്യമുള്ള ഒരു ഡിവൈസാണ്. ഇതിന് 3 ലെയറുകളുണ്ട്. ഡയാക്ക് ഈസ് എ 3 ലെയർ അല്ലെങ്കിൽ 3 ടെർമിനൽ ഡിവൈസ്. 3 ലെയർ മാത്രമല്ല 2 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസാണ്. അതുപോലെ തന്നെ അതിന് 2 ഡയറക്ഷനിലേക്കും കണ്ടക്ഷൻ കേപ്പബിൾ ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയാക്കിൻ്റെ പ്രത്യേകതകൾ: ഡയാക്ക് ഈസ് എ 3 ലെയർ 2 ടെർമിനൽ സെമി കണ്ടക്ടർ ഡിവൈസ്. ഇറ്റ് ഹാവ് കേപ്പബിൾ ഓഫ് കണ്ടക്റ്റിംഗ് കറണ്ട് ഇൻ ബോത്ത് ഡയറക്ഷൻ. 2 ഡയറക്ഷനിലേക്കും കറണ്ടിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഫിഗർ 4A കാണുന്നതാണ് ഒരു ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ഡയാക്ക് എന്ന് പറയുന്നത്. 2 NPN ട്രാൻസിസ്റ്ററുകൾ അതിൽ വരുന്നുണ്ട്.
പിന്നെ രണ്ടാമത്തെ കോമൺ സിമ്പിളാണ് ഫോർ യൂസ്ഡ് ഫോർ ഡയാക്ക്. ഇത് കൺസ്ട്രക്ഷനാണ്, ഇത് സിമ്പിളാണ്. എ ഡയാഗ് ആക്ട്സ് ഇൻ സിമിലർ മാനർ ടു ടു ഡയോഡ് ദാറ്റ് ആർ കണക്റ്റഡ് ഇൻ റിവേഴ്സ് പാരലൽ ആൻഡ് ഇറ്റ് ദെർഫോർ ഈസ് ഏബിൾ ടു റെക്ടിഫൈ എ സി വോൾട്ടേജ് ഡ്യൂറിങ് ബോത്ത് ഹാഫ് സൈക്കിൾ. ഒരു ഡയാക്ക് എന്ന് പറയുന്നത് രണ്ട് ഡയോഡുകളെ റിവേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും അതേ രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന് എ സി വോൾട്ടേജിനെ രണ്ട് ഹാഫ് സൈക്കിളിലും റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഡയോഡുകൾ റിവേഴ്സ് ആക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും എ സിനെ എന്ത് ചെയ്യാൻ പറ്റും, റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ദ സിമ്പിൾ യൂസ്ഡ് ഫോർ ഡയാക്ക് ഈസ് ഷോൺ ഇൻ ഫിഗർ 4b. സിമ്പിൾ നമ്മളിവിടെ കണ്ടു, ഫിഗർ 4bയിൽ കാണുന്നതാണ് ഡയാക്കിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ. The diag also resembles an NPN or PNP bipolar transistor with no base connection. പിന്നെ നമ്മൾ ഡയാക്കിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്താൻ പറ്റും. അത് NPN അല്ലെങ്കിൽ PNP ട്രാൻസിസ്റ്ററിനെയാണ്, ബൈപോളർ ട്രാൻസിസ്റ്ററിനെയാണ്. അതിൽ ബേസ് കണക്ഷൻ ഇല്ലാത്ത ഒരു ട്രാൻസിസ്റ്ററിനെ എടുത്തു കഴിഞ്ഞാൽ അതിനോട് സാമ്യമുള്ള ഒരു ഫോമാണ് ഡയാക്കിന് വരുന്നത്. അതായത് ഇതിന് ബേസ് കണക്ഷൻ ഇല്ല, ബേസ് ഇല്ലാതെ ഒരു ട്രാൻസിസ്റ്ററിനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ നമുക്ക് ഡയാക്കിനെ താരതമ്യം ചെയ്യാം. അൺലൈക്ക് ബൈപോളർ ട്രാൻസിസ്റ്റർ, ദ ഡയാക്ക് പോസസിങ് യൂണിഫോം കൺസ്ട്രക്ഷൻ. ബൈപോളർ ട്രാൻസിസ്റ്ററിൻ്റെ പോലെയല്ല ഡയാക്ക് യൂണിഫോം കൺസ്ട്രക്ഷൻ അല്ല പ്രോസസ് ചെയ്യുന്നത്. ദിസ് മീൻസ് N ടൈപ്പ് ആൻഡ് P ടൈപ്പ് ഡോപ്പിംഗ് ഈസ് എസെൻഷ്യലി സെയിം അറ്റ് ബോത്ത് ജംഗ്ഷൻ. അതായത് N ടൈപ്പ് P ടൈപ്പ് ഡോപ്പിങ്ങിൽ രണ്ട് ജംഗ്ഷനിലും എന്ത് വേണം, N ടൈപ്പിലും P ടൈപ്പിലും ഡോപ്പിംഗ് എസെൻഷ്യലാണ് രണ്ട് ജംഗ്ഷനിലും. എന്നാൽ ഡയാക്കിൽ അത് വരുന്നില്ല. ഡയാക്ക് മേ ബി കൺസ്ട്രക്റ്റഡ് ആസ് എയ്തർ ആൻ NPN ഓർ PNP സ്ട്രക്ചർ. ഡയാക്കിനെ നമുക്ക് NPN സ്ട്രക്ചറിലും PNP സ്ട്രക്ചറിലും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വരുന്നത് ഒരു ഡയാക്ക് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. ക്വിക്ക് ടെസ്റ്റിംഗ് ഓഫ് ഡയാക്ക്. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെ ഡയാക്കിനെ ചൂസ് ചെയ്യാം. സിൻസ് ഡയാക്സ് ആർ സിമിലർ ടു ടു ഡയോഡ് കണക്റ്റഡ് ബാക്ക് ടു ബാക്ക് ആൻഡ് ബ്രേക്ക് ഡൗൺ ഈസ് ഇൻ either direction, once the applied voltage reaches the breakdown voltage of the diode while testing the diac using ohmmeter, it should show higher resistance when checked in either direction. അപ്പോൾ നമുക്കറിയാം ഒരു ഡയോഡ് ചെക്ക് ചെയ്യുന്ന പോലെ ഡയോഡ് റിവേഴ്സ് ഡയറക്ഷനിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് റിവേഴ്സ് ബയാസിങ്ങിൽ അത് ഹൈ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കാണിക്കും. അതാണ് ഒരു ഡയോഡ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. എന്നാൽ കണ്ടക്ഷൻ സ്റ്റേറ്റിൽ ഫോർവേഡ് ബയാസിങ്ങിൽ അത് എന്ത് ചെയ്യില്ല. ഫോർവേഡ് ബയാസിങ്ങിൽ ചെറിയ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ഒരു ഡയാക്ക് എന്ന് പറയുന്നത് രണ്ട് ഡയോഡുകളെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്ത ആ ഒരു കൺസ്ട്രക്ഷനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് ഡയോഡിൻ്റെയും ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് രണ്ട് ഡയോഡും കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്കിതിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഓമീറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ചിട്ട്. അപ്പം അത് ഹൈ റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. വെൻ ചെക്ക്ഡ് ഇൻ either ഡയറക്ഷൻ, രണ്ട് ഡയറക്ഷനിൽ ചെക്ക് ചെയ്യുമ്പോഴും അത് ഹൈ റെസിസ്റ്റൻസ് കാണിക്കും. ദിസ് ക്യൂബ് ടെസ്റ്റ് ഓൺലി കൺഫേം ദറ്റ് ഡയാക്ക് ഈസ് നോട്ട് ഷോർട്ടഡ്. However, this cube test is worth carrying out before using ഡയാക്ക് in a circuit. അപ്പോൾ ഡയാക്ക് ഷോർട്ട് സർക്യൂട്ട് അല്ലാത്ത സമയത്താണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് നടത്താൻ പറ്റുന്നത്. അതായത് നമ്മൾ സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡയാക്ക് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മൾ ഡയാക്ക് ട്രയാക്ക് എന്ന് പറയുന്ന രണ്ട് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റിനെ കുറിച്ച് നമ്മളിപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.